بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുസ്ലിയാര് ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ വളരെ മോശമായ വാക്കുകളും അസഭ്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ശൈലിയിലേക്ക് വന്നത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. തത്തുല്യമായിട്ട് ഞാനും പറയാൻ തുടങ്ങിയാൽ പിന്നെ ദീന് പഠിക്കാനിരിക്കുന്ന ആളുകൾക്ക് ഇതെങ്ങനെ ഉപകാരപ്പെടും? അതുകൊണ്ട് ദയവ് ചെയ്ത് സഭ്യമായ ഭാഷ ഉപയോഗിക്കണം. അതേപോലെ തന്നെ പരസ്പരമുള്ള ഒരു പ്രതിപക്ഷ മര്യാദകളൊക്കെ പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിഷയം നിങ്ങൾ ശക്തമായി അവതരിപ്പിച്ചോളൂ, അതിനൊന്നും കുഴപ്പമില്ല. ഏതായിരുന്നാലും ശരി, അദ്ദേഹം പറയുന്നത് അള്ളാഹു നൽകിയ കഴിവ് മാത്രമേ ഔലിയാക്കൾക്കുള്ളൂ എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ജീലാനിയെയും മുഹമ്മദ് നബിയെയും ഒക്കെ വിളിക്കുന്നതും പാപമോചനം തേടുന്നതും നരകമോചനം തേടുന്നതും എന്നൊക്കെയുള്ള ആശയമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടല്ലാത്ത സ്വയം കഴിവ് കൊണ്ടുള്ള എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അള്ളാഹു കൊടുത്ത കഴിവുണ്ടെങ്കിലും ആ കഴിവ് അവിടെ ഉണ്ടായിരിക്കേണ്ടതെന്ന് ഞാൻ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബിബിയോട് അൻഖദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്റെ നഫ്സിനെ നീ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞത്? മുസ്ലിയാർ ഉത്തരം പറഞ്ഞു ഇല്ല. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണല്ലോ ഫാത്തിമ ബീവിക്ക് ദുനിയാവിൽ സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെങ്കിൽ തരാന്ന് നബി പറഞ്ഞത്. അതേ ശ്വാസത്തിൽ തന്നെയാണല്ലോ നബി നരകമോചനം എന്നോട് ചോദിക്കേണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ നബിയോട് ചോദിക്കേണ്ടതും ചോദിക്കേണ്ടാത്തതും, അതായത് അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ടതും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ലാത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വേർതിരിച്ചതിന്റെ ഉദാഹരണമായിരുന്നു അൻഖദി നഫ്സകി മിനന്നാർ വലാ അംലികു ലക ദർറൻ വലാ നഫ്അ എന്നുള്ളത്. പക്ഷേ മുസ്ലിയാർ തൊട്ടില്ല. മുസ്ലിയാർ പറയാ അള്ളാഹു നൽകിയ കഴിവിൽ നിന്നാണ് എന്ന് വിശ്വാസങ്ങളോട് ശിർക്കില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് അബൂജഹൽ മുശ്രിക്കല്ല, ഉത്ബത്ത് മുശ്രിക്കല്ല, ശൈബത്ത് മുശ്രിക്കല്ല, ഫിറഔൻ മുശ്രിക്കല്ല. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നമ്രൂദ് മുശ്രിക്കല്ല. കാരണം എന്താ? അവരാരെങ്കിലും സ്വന്തമായി തനിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസത്തോടെയാണോ? അല്ല. മുശ്രിക്കുകളുടെ പൊതുവായ വിശ്വാസത്തെ സംബന്ധിച്ച് ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിയാരെ, മംബി യദിഹി മലകൂതു കുല്ലി ഷൈഇൻ, എല്ലാറ്റിന്റെയും ആധിപത്യം ആർക്കാണ് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് സയഖൂലൂന ലില്ലാ, അല്ലാഹുവിനാണ് എന്നാണ്. കാരണം അതിന് മുമ്പ് വഹു യുജീർ വലാ യുജാറു അലൈഹി, ആരാണ് അഭയം നൽകുന്നത്? ആർക്കാണ് മറ്റുള്ളവരുടെ അഭയം ആവശ്യമില്ലാത്തത്? ആരാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥാവകാശം കൈവശപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഉത്തരം അള്ളാഹുവിന് മാത്രമേ അത് സാധിക്കൂ എന്നാണ്. സയഖൂലൂന ലില്ലാ എന്നാണ്, അള്ളാഹുവിനാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അള്ളാഹു കൊടുത്ത കഴിവിൽ മാത്രമേ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടുള്ളൂ. അള്ളാഹു നൽകിയ കഴിവുകൊണ്ട് സഹായിക്കുന്ന ഔലിയാക്കളുടെ സഹായത്തിന് മാത്രമല്ല, അവരുടെ ഇലാഹുകൾ യഥാർത്ഥത്തിൽ ശുഫാ ആണ് എന്ന് ഞാൻ സ്ഥാപിച്ചിരുന്നു. മുസ്ലിയാർ തൊട്ടിട്ടില്ല. സൃഷ്ടികളായ മഹത്തുക്കളായ അമ്പിയാക്കളോ ഔലിയാക്കളോ ആയിട്ടുള്ള സ്വാലിഹികളായ ശുഫാഇനെയാണ് അവർ എന്ത് വിളിച്ചിരിക്കുന്നത്? ആലിഹത്ത് എന്ന് വിളിച്ചത്. നിങ്ങൾ ആലിഹത്ത് എന്ന് വിളിക്കുന്നുണ്ടായിരുന്നില്ല ഇതുവരെ. ഇപ്പൊ നിങ്ങൾ പടച്ചോൻ തന്നെ വിളിച്ചു. അതിനു മുമ്പ് മുദബ്ബിറുൽ ആലം എന്ന് വിളിച്ചു. ഇനി നാളെ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് മക്കാ മുശ്രിക്കുകളെ പോലെ തന്നെ ആലിഹത്ത് എന്ന് തന്നെ നിങ്ങൾ പറയുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മുസ്ലിയാക്കന്മാരൊക്കെ അവരുടെ കണ്ണിന് ദിവ്യശക്തി പകരുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് സ്വഹീൽ ബുഖാരിയിലും മറ്റും വന്ന ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്. അള്ളാഹു ഔലിയാക്കളുടെ കണ്ണിന് ദിവ്യശക്തി പകരും, അതിനല്ലേ ഉലൂഹിയത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ആ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടോ അല്ലേ? കണ്ടോ, ഞാൻ ഇവിടെ നേരത്തെ കൃത്യമായിട്ട് കേൾപ്പിച്ചതാണ്. വഹദത്തുമാലയിൽ KVM ബന്ദാവൂർ പറയുന്നു. KVM ബന്ദാവിനെ തള്ളി നിങ്ങൾക്ക് ഓടാനൊന്നും പറ്റൂല. മനസ്സിലായില്ലേ? ഇമാം ജിയേലിയെ നിങ്ങൾ തള്ളുകയില്ല. ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ജേലി പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പറ. ജേലി പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർ തുറന്നു പറ, എല്ലാവരും കേൾക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വേറെയല്ല, വേറെയാണെന്നുള്ള ഊഹത്തെ കുടഞ്ഞു കളഞ്ഞേ തീരൂ. ജ്ഞാനം കൊണ്ട് ഈ ഊഹത്തെ അകറ്റണം. അതോടെ ദിവ്യ സമാഗമം ഉണ്ടാകും. താനും അവനും ഒന്നെന്ന് അപ്പോൾ ബോധ്യമാകും. ഇത് ഇമാം ജേലി പറഞ്ഞിട്ടില്ലേ മുസ്ലിയാരെ? ഇനി വീണ്ടും എന്താണ് ശൈഖുന പറയുന്നു? നീ അള്ളാഹുവിന്റെ ഗുണങ്ങൾ ആർജിക്കണം, അങ്ങനെ നീ അള്ളാഹു ആകണം. അതാണ് മടവൂരിനെ ഇവിടെ പടച്ചോനെ എന്ന് വിളിക്കാൻ ആളുണ്ടായത്. അള്ളാഹുവിന്റെ ഗുണങ്ങൾ ആർജിക്കണം. നഊദുബില്ലാ. പിന്നെ എന്താണ് മുസ്ലിയാരെ ഇസ്മുകളിലെയും സിഫത്തുകളിലെയും ഏകത്വം എന്ന് പറഞ്ഞാൽ? തൗഹീദുൽ അസ്മാഇ വസിഫാത്തിനെ നിഷേധിക്കുന്ന പച്ച കാഫിറുകളല്ലാതെ ഇത്തരം വർത്തമാനങ്ങൾ പറയുമോ? നീ അള്ളാഹുവിന്റെ ഗുണങ്ങൾ ആർജിക്കണം. ഇതാണ് ഈ ജേലി പറഞ്ഞിട്ടുള്ളത്. ഹഖീഖിയായ ഔലിയാക്കളെ ആത്മജ്ഞാനികൾ അള്ളാഹു എന്നാണ് വിശേഷിപ്പിക്കാറ്. അസ്തിത്വം ഒന്നേ ഉള്ളൂ, രണ്ടില്ല. പിന്നെ എങ്ങനെ ഇവർ മാത്രം അള്ളാഹു അല്ലാതാകും? കണ്ടോ? അപ്പൊ കണ്ണിന് ദിവ്യശക്തി പകരുക എന്ന് മുസ്തഫൽ ഫൈലി പറഞ്ഞു പോയതുപോലെ അല്ല കാര്യം. മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് അള്ളാഹു തന്നെ എന്ന് പറഞ്ഞാലും കുറ്റമില്ല എന്നുള്ള വിശ്വാസമാണ്. CM സ്മരണികളിലേക്ക് എന്താ ഈ ഹദീസിൽ കാത് ഞാനാകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു തആല ആണ് എന്നല്ലല്ലോ. അത് അസംഭവ്യമാണ്. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥലശബ്ദ വ്യത്യാസം എന്നെ കേൾക്കാൻ സാധിക്കും എന്നതാണ്. ഇതിന് നിങ്ങൾ ഇമാം റാസിയെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ന്യായീകരിക്കണം ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹു കേൾക്കുന്ന
കേൾക്കുന്നത് പോലെ കേൾക്കുമെന്ന് പറഞ്ഞാൽ ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവെ പോലെ യാതൊന്നുമില്ല എന്ന ആയത്തിന് എതിരാണ്. ഈ പിഴച്ച കുഫറൻ വിശ്വാസമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ഇനി ജീലാനി സപ്ലിമെന്റിലേക്ക് വന്നപ്പോഴോ കയ്യും കാലും കണ്ണും കാതും എല്ലാം അല്ലാഹു ആകുമെങ്കിൽ ആരെയും എപ്പോഴും എവിടെ വെച്ചും സഹായിക്കാൻ സാധിക്കുമെന്നതിൽ സംശയം എന്തിരിക്കുന്നു? അപ്പോൾ അല്ലാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും. നഊദു ബില്ലാഹ്. പിന്നെ മക്കാ മുശ്രിക്കുകളും സമസ്തക്കാരും തമ്മിൽ എന്താ വ്യത്യാസം? മക്കയിലുള്ള മുശ്രിക്കുകൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തത് എന്തുകൊണ്ടാ? അള്ളാഹുവിനെ അവർ അംഗീകരിച്ചത് കൊണ്ടാ. അവരുടെ ഇലാഹുകളെ ശുഫാ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാ? അവരുടെ ഇലാഹുകൾക്ക് ശുഫാഇന്റെ സ്ഥാനമേ ഉള്ളൂ, അല്ലാതെ സ്വയം എല്ലാ കാര്യങ്ങളും നിർമ്മിച്ച് സൃഷ്ടിച്ചു കൊടുക്കുന്നു എന്ന ഒരു സ്ഥാനം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എന്താ? ഖുർആൻ പറഞ്ഞു അവരെ കുറിച്ച് വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. അവർ പറയുന്നത് ഇവർ അള്ളാഹുവിന്റെ അരികിൽ ഞങ്ങളുടെ ശുപാർശകർ മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞു പോകുന്നത്. അള്ളാഹുവിന്റെ അരികിൽ ഞങ്ങളുടെ ശുപാർശകർ മാത്രമാണ്, അത് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോ എന്താണ്? ആരുടെ അരികിൽ ശുപാർശ? അള്ളാഹുവിന്റെ അരികിൽ ശുപാർശ. മുസ്ലിയാരെ, സ്വന്തമായി കഴിവുള്ള, സ്വന്തമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഇലാഹുകളിലാണ് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചെങ്കിൽ ആ മുശ്രിക്കുകൾ എന്തിനാണ് അള്ളാഹുവിലേക്ക് ശഫാഅത്ത് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് നിങ്ങൾ എവിടെ ഉത്തരം പറഞ്ഞു? എവിടെ നിങ്ങൾ ഉത്തരം പറഞ്ഞു? അപ്പൊ ശുഫാ തന്നെയാണ് ആലിഹത്ത്. നിങ്ങൾ ശുഫാ എന്ന് പേരിട്ട് വിളിക്കുന്നു, മക്കയിലെ മുശ്രിക്കുകൾ ആലിഹത്ത് എന്ന് പേരിട്ട് വിളിക്കുന്നു. ഇത്ര വ്യത്യാസമുള്ളൂ. രണ്ടും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടുള്ള വിളി തന്നെയാണ് എന്നർത്ഥം. ഇനി മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്ത് എല്ലാവർക്കും അറിയുന്ന സ്വഹീഹ് മുസ്ലിമിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ. അള്ളാഹുവിന് പങ്കാളികളില്ല, ഒരു പങ്കാളി ഒഴികെ. അപ്പൊ മുസ്ലിങ്ങൾ പങ്കാളികൾ ഇല്ല എന്ന് പറയുമ്പോൾ മക്കയിലെ മുശ്രിക്ക് അള്ളാഹുവിന് പങ്കാളി ഉണ്ട് എന്ന് പറയും. എങ്ങനത്തെ പങ്കാളിയാ മുസ്ലിയാരെ? ആ പങ്കാളി നിനക്കുള്ളതാണ്, ആ പങ്കാളിയെ നീ ഉടമപ്പെടുത്തുന്നു, ആ പങ്കാളി ഉടമപ്പെടുത്തിയതിനെയും നീ ഉടമപ്പെടുത്തുന്നു. അപ്പോൾ മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചത് അള്ളാഹു കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്ത് ഞങ്ങൾക്ക് കാര്യങ്ങൾ നേടിത്തരും എന്ന് പറയുന്ന ഇലാഹുകളിലാണ്, ശുഫായിലാണ്. സമസ്തക്കാരും അങ്ങനെ തന്നെ. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഞങ്ങളെ സഹായിക്കും. അതല്ലേ മുസ്ലിയാരോട് പറഞ്ഞത്? അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ടല്ലേ മുഅ്ജിസത്ത് ഉണ്ടായത്. മുഅ്ജിസത്ത് വേറെ, അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനുള്ളതാണ് എന്ന് അഹ്ലുസുന്നയിലെ മുസ്തമദായ ഒരു ഇമാമും ചർച്ച ചെയ്തിട്ടില്ല. മാത്രമല്ല ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തിന് അത്ഭുത സിദ്ധി ഉള്ളത് കൊണ്ട് ഏത് സമയത്തും എല്ലാ രോഗികളെയും മാറ്റിയിട്ടില്ല, എല്ലാ മരണപ്പെട്ടവരെയും അദ്ദേഹം ജീവിപ്പിച്ചിട്ടില്ല. എങ്കിൽ ഇപ്പോഴും നിങ്ങൾ ചെയ്ത് ഇപ്പോഴും നടക്കണ്ടേ? ഇപ്പോഴും നിങ്ങൾ ഈസാ നബിയോട് മരണപ്പെട്ട നിങ്ങളുടെ വാപ്പാനെ, വെല്ലിപ്പാനെ, ഉസ്താദിനെ അവരെ ജീവിപ്പിക്കാൻ വേണ്ടി ഈസാ നബിയോട് നിങ്ങൾ തേടാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. തേടുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. എന്താ നിങ്ങൾ ഉത്തരം പറയാത്തത്? ഉത്തരം പറ. അല്ലെ, കോഴിയുടെ മുള്ളോട് എണീറ്റ് വരാൻ പറയുമ്പോൾ, കൂകാൻ പറയുമ്പോൾ എണീറ്റ് കൂകും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? എന്ത് നിങ്ങളുടെ വിശ്വാസത്തിന് ഇസ്ലാമിൽ എന്ത് ആധാരമാണുള്ളത്? ഖുർആനിലോ സ്വഹീഹായ ഹദീസുകളിലോ സ്വഹാബത്തിന്റെ ചര്യയിലോ ഉത്തമ തലമുറയിലോ നിങ്ങളുടെ വിശ്വാസത്തിന് സമാനമായ ഒരു വിശ്വാസം അത് കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പിൽക്കാലക്കാരുടെ കൃതികളിൽ വന്നിട്ടുള്ള എന്തെങ്കിലും അഡ്രസ് ഇല്ലാത്ത കഥകൾ വന്നാൽ അതിനെ ദുർവ്യാഖ്യാനിച്ച് പ്രമാണത്തിന്റെ സ്വഭാവത്തിലേക്ക് ബഹുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തുന്ന രീതിയാണ്. അത് യഹൂദിയുടെ സമ്പ്രദായമാണ്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ ഹഖിനെ, സത്യത്തെ ബാത്തിലുമായി, കളവുമായി നിങ്ങൾ കൂട്ടിക്കുഴക്കരുത്. അതേപോലെ സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കരുത്. ഇത് രണ്ടും മുസ്ലിയാക്കന്മാർ ഇവിടെ ചെയ്യുന്നുണ്ട്. സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്നുണ്ട്, അതേപോലെ തന്നെ അസത്യത്തെ മറച്ചു വെക്കുന്നുമുണ്ട്. അപ്പോൾ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന വിശ്വാസമേ മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ നിന്ന് ഒരു കാര്യം കൂടി കേൾപ്പിക്കാൻ നിങ്ങൾ. എന്താണ്? കൃത്യമായും അദ്ദേഹം സൂറത്തു അൽ അൻആമിലെ 136 ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുസ്ലിയാർ നോക്കണം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ അത് മുഴുവനായിട്ട് ആ പേജ് മുഴുവൻ പോസ്റ്റ് ചെയ്ത് മുഴുവൻ വായിച്ചായിരുന്നു ആവശ്യപ്പെടുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിന് തഫ്സീർ കൊടുക്കുന്നിടത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് മക്കയിലെ മുശ്രിക്കുകൾ എന്ത് ചെയ്യാറുണ്ട്? സകാത്തിന്റെ ഒരു ഓഹരി അള്ളാഹുവിനും കൊടുത്തിരുന്നു, ഒരു ഓഹരി അവരുടെ നേർച്ചക്കാർക്ക് കൊടുത്തിരുന്നു. അല്ലെ, അത് കന്നുകാലികളുടെ സക്കാത്താണെങ്കിലും കൃഷിയുടെ സക്കാത്താണെങ്കിലും ധനത്തിന്റെ സക്കാത്താണെങ്കിലും 2 ഓഹരിയാക്കിയിട്ട് ഒരു ഓഹരി അള്ളാഹുവിന് വേണ്ടി കൊടുക്കും. സക്കാത്ത് അള്ളാഹുവിന്, രണ്ടാമത്തെ ഓഹരി ശുഫാഇന് അവർ കൊടുത്തിരുന്നു. ഇനി അള്ളാഹുവിന് കൊടുത്ത ഓഹരിയിൽ വല്ല കുറവും വന്നാൽ അത് സാരമില്ല, പോട്ടെ എന്ന് വെക്കും. അതേ സമയത്ത് ഔലിയാക്കൾക്ക് അവർ കൊടുത്തിരുന്ന സക്കാത്തിന്റെ ഓഹരിയിൽ വല്ല കുറവും വന്നാലോ അള്ളാഹുവിന്റേതെടുത്ത് ഔലിയാക്കളുടേത് പൂരിപ്പിക്കും. എന്തുകൊണ്ടാ മുസ്ലിയാരെ? അവർക്കുള്ള വിശ്വാസം എന്തായിരുന്നു മുസ്ലിയാരെ? അല്ലാഹു മുസ്തഗ്നിൻ അൻഹു വശുഫാഉനാ ഫുഖറാ. ഇമാം ഖുർത്തുബി കൃത്യമായി വെച്ചിട്ടുണ്ട്. അല്ലാഹു മുസ്തഗ്നിൻ അൻ, അല്ലാഹ് ധന്യന, ഞങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും അല്ലാഹ്ക്ക് ഉണ്ടാവും. എന്നാൽ വശുഫാഉനാ ഫുഖറാ, ഞങ്ങളുടെ ശുഫാ ആലിഹത്തിനെ കുറിച്ചാണ് മുസ്ലിയാരെ അത് പറഞ്ഞത്. ഇമാം ഖുർത്തുബി നിഷേധിക്കാൻ പറ്റുന്ന നിങ്ങൾ നിഷേധിക്കും. ഞാൻ ആ പേജ് മുഴുവനിട്ട് നിങ്ങൾക്ക് അത് വായിച്ചു വ്യക്തമാക്കി തരുന്നതായിരിക്കും. മനസ്സിലായില്ലേ? വശുഫാഉനാ ഫുഖറാ, ഞങ്ങളുടെ ഇലാഹുകൾ അഥവാ ശുപാർശകർ എന്താണ്? ഫുഖറാ ആണ്. കഴിവ് എല്ലാ സ്വയം കഴിവുള്ളവരും സൃഷ്ടിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അവരെങ്ങനെ ഫുഖറാ ആകുക മുസ്ലിയാരെ? അള്ളാഹ് കൊടുത്താലുള്ള അവർ ആവശ്യക്കാരാണ്. അതുകൊണ്ട് അവർക്കുള്ള സക്കാത്തിന്റെ ഓഹരി പൂർത്തീകരിക്കുമായിരുന്നു. നിങ്ങളുടെ വാദം പൊളിഞ്ഞു പാളീസായില്ലേ മുസ്ലിയാരെ? ഇനി മരണപ്പെട്ടവർ യഥേഷ്ടം കേൾക്കും, ഉത്തരം ചെയ്യും എന്നതാണ് ഔലിയാക്കളെ സംബന്ധിച്ച് അവരുടെ നിലപാട്. എങ്കിൽ എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ, സലാം പറഞ്ഞാൽ അത് എത്തിച്ചു കൊടുക്കാൻ എന്തിനാണ് അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചത്? ഞാൻ ചോദിച്ചു. മറുപടി പറഞ്ഞോ? എന്തിനാ ഏൽപ്പിച്ചത്? അത് കൃത്യമായി ഞാൻ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്നലില്ലാഹി മലായികതൻ സയ്യാഹീന യുബല്ലിഗൂനി അൻ ഉമ്മത്തി അസ്സലാം. തീർച്ചയായും അള്ളാഹുവിന് സഞ്ചാരികളായ മലക്കുകളുണ്ട്. എന്റെ ഉമ്മത്തിൽ നിന്ന് സലാം
സലാം അവരാണ് എനിക്ക് എത്തിച്ചു തരുന്നത്. അപ്പൊ മുസ്ലിയാർ പറയാ എത്തിച്ചു കൊടുത്താലെങ്കിൽ അവിടെ എത്തുന്നുണ്ടല്ലോ, അപ്പൊ മരിച്ചവർക്ക് എത്തുന്നല്ല അതിന്റെ അർത്ഥം. ആ സലാമേ എത്തുള്ളൂ, എല്ലാ കാര്യങ്ങളും എത്തൂല. അത് വേറെ ഹദീസുണ്ട് സഹീഹുൽ ബുഖാരിയിൽ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഹൗദിന്റെ അരികിൽ ആട്ടി അകറ്റപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, അതിന്റെ കാരണം എന്താണ് എന്ന് നബിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നബി ചോദിക്കും, ഇത് എന്റെ ഉമ്മത്താണല്ലോ, പിന്നെ എന്തിനാ അവർ ആട്ടി അകറ്റുന്നത് എന്റെ ഹൗദിൽ നിന്ന്? അപ്പോൾ കിട്ടുന്ന ഉത്തരം നിന്റെ കാലശേഷം അവർ ബിദ്അത്ത് ചെയ്ത കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ല. അപ്പൊ സലാത്തും സലാമും അവിടെ എത്തിച്ചു കൊടുത്താൽ റൂഹ് മടക്കി കൊടുക്കുകയും അത് കാരണത്താൽ അറിയും. അത് ആലമുൽ ബർസഖിൽ റൂഹ് മടക്കി കൊടുക്കുന്നത് എല്ലാവർക്കും മടക്കി കൊടുക്കല്ലോ. കാഫിറിനും മുസ്ലിമിനൊക്കെ അവിടെ റൂഹ് മടക്കി കൊടുക്കുന്നുണ്ട് എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും. പക്ഷെ ദുനിയാവിന്റെ പ്രഭാതവുമായും ദുനിയാവിന്റെ പ്രദോഷവുമായും നിങ്ങൾ അതിനെ യോജിപ്പിക്കേണ്ടതില്ല. ദാറുൽ തക്ലീഫ് എന്താണ്, ആലമുൽ ബർസഖ് എന്താണ് എന്ന് തിരിച്ചറിയാത്ത ഒരു മുസ്ലിയാരോടാണ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും ശ്രോതാക്കൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കൃത്യമായിട്ട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പരലോകത്ത് മഹ്ശറിൽ വിചാരണയുടെ സമയത്ത് നബിയോട് പറയും, നിന്റെ മരണശേഷം ഇവർ ചെയ്തു കൂട്ടിയ ബിദ്അത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് ഈ ഉമ്മത്തിൽ വന്നത്? ഖബർ കെട്ടിപ്പൊക്കൽ, ജാറമുണ്ടാക്കൽ, ഖബറാളിയെ വിളിച്ച് തേടൽ, ചാവടിയന്തരം നടത്തൽ, ജന്മദിനാഘോഷം നടത്തൽ, എന്തെല്ലാം തരത്തിലുള്ള ബിദ്അത്തുകൾ, എണ്ണിയാലൊടുങ്ങാത്ത ബിദ്അത്തുകൾ ഈ ഉമ്മത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹൗദുൽ കൗസറിൽ നിന്ന് ആട്ടി അകറ്റപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിഞ്ഞൂടാ, നീ അത് അറിയില്ല. ഫഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ല? നിങ്ങൾ പറഞ്ഞനുസരിച്ച് നബി ഒക്കെ അറിയണമല്ലോ, നബി എല്ലാ കാര്യങ്ങളും അറിയണമല്ലോ. എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ഇല്ല. ഇനി മരണപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നവർ സമമാണ് എന്നാണോ മുസ്ലിയാരെ ഖുർആൻ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും സമമല്ല. ഖുർആൻ അത് പഠിപ്പിക്കും. മുസ്ലിയാർ വരെ അല്ല, സമമാണ്. ഔലിയാക്കളാണെങ്കിൽ സമമാണ്. അതിന് വ്യക്തമായ പ്രമാണം നിങ്ങളിവിടെ ഹാജരാക്കണം. അത് യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. ലാത്ത് എന്ന മഹാൻ മരണപ്പെട്ടപ്പോൾ ഇന്നഹു ലം യമുത്, അയാൾ മരിച്ചിട്ടില്ല. മഹാന്മാരാണെങ്കിൽ മരിച്ചവരും ജീവിച്ചവരും സമമാണ് എന്ന തത്വം അത് അബൂജഹലിന്റെ വിശ്വാസമാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. ഇന്നഹു ലം യമുത് എന്ന് പറഞ്ഞ ഫഅഖഫ ഇൻദ ഖബരിഹിന, ഖബറിന്റെ അരികിൽ ചെന്ന് ഭജനം വരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ റിപ്പോർട്ടാ. മനസ്സിലായില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിന് മരണപ്പെട്ടതിന് ശേഷവും കാര്യങ്ങളൊക്കെ കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിയുമെന്ന വിശ്വാസത്തിന് ഒരു അടിസ്ഥാനമില്ല. ഖുർആൻ പറഞ്ഞെന്താ? ഇന്നക ലാ തുസ്മിഉൽ മൗത, മരണപ്പെട്ടവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. ഇതൊരു ഉപമയാണ്. ഉപമ പറയുമ്പോൾ എന്താണ്? ഉപമയത്തെക്കാൾ വ്യക്തമായിരിക്കണം ഉപമ. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരാളെ കുറിച്ച് അയാൾ കാക്കയെ പോലെ കറുത്തിട്ടാണെന്നാണ്, കാക്ക കറുത്തിട്ടായിരിക്കൽ നിർബന്ധമാണ്. ദീന് പറഞ്ഞു കൊടുത്താൽ കാതിൽ കയറാത്ത ആളുകളോട് നിങ്ങൾ മരിച്ചവരെ പോലെയാണ്, മരിച്ചവരെ കേൾപ്പിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ മരിച്ചവരെ കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ ഉപമ പറയാൻ കൊള്ളുകയില്ലല്ലോ മുസ്ലിയാരെ. ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉ സുമ്മ ദുആ, ബധിരനെ ഒരു വിളി നിങ്ങൾ കേൾപ്പിക്കുകയില്ല. അല്ലെ? കാഫറുകളെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഖാല ഇബ്നു ജരീർ റഹിമഹുല്ലാഹ്, ഇബ്നു ജരീർ എന്ന് പറയാണ്ട് ഹാദാ മസ്റൻ, ഇതൊരു ഉപമയാണ്. മഅനാഹിന്റെ മഅന എന്താ? പഠിച്ച മുസ്ലിയാരെ, ഫഇന്നക ലാ തഖ്ദിറു അൻ തുഫഹിമ ഹൗലായിൽ മുശ്രിക്കീൻ, ഈ മുശ്രിക്കുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിനക്ക് കഴിയുകയില്ല. കാരണം എന്താ? അല്ലദീന ഖദ് ഖത്തമല്ലാഹു അലാ അസ്മാഇഹിം, അവരുടെ കാതുകളിൽ അല്ലാഹു സീൽ വെച്ചിട്ടുണ്ട്. ഫസലബഹും ഫഹ്മ മാ യുത്ലാ അലൈഹിം, അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്ന വിഷയം മനസ്സിലാക്കുക എന്നത്, ആ ഗ്രാഹ്യത അവരിൽ നിന്ന് അല്ലാഹു എടുത്തു കളഞ്ഞിട്ടുണ്ട്. മിൻ മവാഇദ് തൻസീലിഹി, അല്ലാഹു അവതരിപ്പിക്കുന്ന ഉപദേശങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുകയില്ല, അത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഏതുപോലെ? പഠിച്ചോ. കമാലാ തഖ്ദിറു അൻ തുഫഹിമൽ മൗത, മരണപ്പെട്ടവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തതുപോലെ. കണ്ടോ? മുഹമ്മദ് നബിക്ക് മനസ്സിലായില്ലല്ലോ. അല്ലദീന സലബഹുമുല്ലാഹു അസ്മാഅഹും, മരണപ്പെട്ടവരിൽ നിന്ന് അവരുടെ കേൾവി അല്ലാഹു എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇതിൽ മഹാന്മാരെ ഒഴിച്ചു നിർത്തിയെന്ന് അവിടെ അത് നിങ്ങൾ കാണിച്ചോണ്ട. ഇനി ഖത്താദ റളിയല്ലാഹു ഹാദാ മസ്റൻ ദറബഹുല്ലാഹു ലിൽ കാഫിർ എന്ന് പറയാണ്. ഫകമാലാ യസ്മഉൽ മയ്യിതു ദുആ, ഒരു മയ്യിത്ത് ദുആ കേൾക്കാ, വിളി കേൾക്കാത്തതുപോലെ കദാലിക ലാ യസ്മഉൽ കാഫിർ, കാഫിറും നിന്റെ ദഅവത്ത് കേൾക്കുകയില്ല. മയ്യിത്ത് വിളി കേൾക്കൂല എന്ന് അഹ്ലു സുന്നയുടെ വിശ്വാസം. അതാണ് താബഈ പ്രമുഖനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഖത്താദ റളിയല്ലാഹു അൻഹു വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് എന്ന് തഫ്സീറുകൾ ഇബ്നു ജരീർ അത്ബരി അദ്ദേഹത്തിന്റെ 21:36 വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലമ ആലൂസി അദ്ദേഹത്തിന്റെ റൂഹുൽ മആനിയിൽ പറഞ്ഞു, ഫഫീഹി തൻബീഹുൻ ഖവിയ്യുൻ അലാ അന്നൽ അസ്ല ഫിൽ മൗത അന്നഹും ലാ യസ്മഊൻ, മരണപ്പെട്ടവരുടെ അടിസ്ഥാന നിയമം അവർ കേൾക്കുകയില്ല എന്നല്ല. പിന്നെ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ ഖലീബിൽ കേൾപ്പിച്ച സംഭവമുണ്ട്. അതേപോലെ തന്നെ മരിച്ചു മറമാടിയ ആളുകളെ മറമാടുന്ന സമയത്ത് മറമാടി പിരിഞ്ഞു പോകുന്നവരുടെ പാദപതനം ഖർആനിൽ അവർ കേൾക്കുന്നുണ്ട്. അതൊക്കെ പ്രത്യേകമായ കാര്യമാണ്. അല്ല പതിവായിട്ട് അവരൊന്നും കേൾക്കുന്നില്ല. ഇന്നൽ മയ്യിത്ത ലാ യസ്മഉ വലാ യഫ്ഹമു, ഇമാം തഹ്താവി പറഞ്ഞു, മയ്യിത്ത് എന്ന് പറഞ്ഞാൽ കേൾക്കുകയുമില്ല, കാര്യങ്ങളൊന്നും ഗ്രഹിക്കുകയുമില്ല. മുസ്ലിയാക്കന്മാർ പറയുന്നു മരിച്ചവർ കേൾക്കും, കാര്യങ്ങൾ ഗ്രഹിക്കും. പച്ചക്കള്ളം, ദീനിനെതിരെയാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ജലാലുദ്ദീൻ സുയൂത്തി അദ്ദേഹത്തിന്റെ ദുർറുൽ മൻസൂറിൽ പറഞ്ഞെന്താ? കൃത്യമായിട്ട് ഇന്നക ലാ തുസ്മിഉൽ മൗത എന്നല്ലേ, ഹാദാ മസ്റൻ ദറബഹുല്ലാഹു ലിൽ കാഫിർ മനുഷ്യൻ കമാലാ യസ്മഉൽ മയ്യിത്ത്, മയ്യിത്ത് കേൾക്കാത്തതുപോലെ, കേൾക്കുന്നത് പോലെ നല്ല മുസ്ലിയാരെ, കേൾക്കാത്തതുപോലെ കദാലിക് അപ്രകാരം ലാ യസ്മഉൽ കാഫിർ, കാഫിറും കേൾക്കുകയില്ല, വലാ യൻതഫിഉ ബിഹി, പ്രയോജനം നേടുകയുമില്ല.
എത്ര കൃത്യമായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, കദാലിക്കൽ കാഫിർ ലാ യസ്മഉ വലാ യൻതഫി ബിമാ യസ്മഉ. കേൾക്കുകയുമില്ല, കേൾക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് പ്രയോജനപ്പെടുകയുമില്ല. ഏതുപോലെ കൃത്യമായിട്ട് പറഞ്ഞു, മയ്യത്ത് കേൾക്കാത്തതുപോലെ. അതേ പ്രകാരം കാഫറും കേൾക്കുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. മയ്യത്ത് കേൾക്കുമെങ്കിൽ ഇങ്ങനെ പറയൂ മുസ്ലിയാർ. അപ്പൊ അള്ളാഹു നൽകിയ കഴിവാണ് എന്ന മുസ്ലിയാരെ വാദം അടിസ്ഥാനമില്ലാന്ന് തെളിയിച്ചു. പിന്നെ മുസ്ലിയാർ വരെ റാസി പറഞ്ഞു തന്നെ ഞാനും പറഞ്ഞത്. ഏത് മുഴുവത്തിനെ പറ്റി? ഇമാം റാസി പറഞ്ഞത് സൃഷ്ടിച്ചത് അള്ളാഹു ആണ്. ഈസാ നബി രൂപം ഉണ്ടാക്കിയിട്ടുള്ള രൂപം ഉണ്ടാക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് അള്ളാഹു കൊടുക്കും. മുസ്ലിയാരെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യരെയും അവരുടെ കഴിവിൽ പെടാത്ത നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞത് അള്ളാഹു സൃഷ്ടിക്കുന്ന പോലെ അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് ഈസാ നബി സൃഷ്ടിക്കുന്നു. അല്ലെങ്കിൽ മാറ്റിപ്പറ, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഈസാ നബി സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട സിഫത്തുകൾ അമ്പിയാക്കൾക്ക് കൊടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ മഹത്തുക്കളായ അമ്പിയാക്കൾ എന്നത് മഹത്തുക്കളും അമ്പിയാക്കളും എന്ന് പറയുന്നത് മുസ്ലിയാർക്ക് വലിയൊരു പ്രശ്നം. അതൊന്നും തിരുത്താവുന്ന ഒരു കാര്യമുള്ളൂ. മഹത്തുക്കൾക്ക് കഴിവില്ല എന്നും അമ്പിയാക്കൾക്ക് കഴിവുണ്ട് എന്നുമാണ് നിങ്ങളുടെ വിശ്വാസം. അത് ക്ലിയർ ആക്കും. നിങ്ങൾ പറഞ്ഞത് പങ്കൂർ വലിയൊരു ആന അബദ്ധമായി കണ്ടുപിടിച്ച ഒരു കാര്യമാണെന്ത്, ഞാൻ മഹത്തുക്കളായ അമ്പിയാക്കൾ എന്ന് പറഞ്ഞപ്പോൾ മൗലവി വന്നിട്ട് മഹത്തുക്കളും അമ്പിയാക്കളും എന്ന് പറഞ്ഞു എന്ന്. ഞാൻ മാത്രമല്ല, ഞാൻ അവിടെ അമ്പിയാക്കളുടെ മുഴുവൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ. മഹത്തുക്കളുടെ കറാമത്തായിരിക്കും ഉദ്ദേശിച്ചത് എന്നാ പറഞ്ഞത്. എന്റെ വാദം അതല്ലേ. ഞാൻ അമ്പിയാക്കളെ കുറിച്ച് മാത്രമല്ലല്ലോ വാദം എഴുതിയത്. സ്വാഭാവികമായിട്ടും ആ വാദത്തിൽ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യത്തെ ഞാൻ എടുക്കുക തന്നെ ചെയ്യും മുസ്ലിയാരെ. നിങ്ങൾ അമ്പിയാക്കളെ കുറിച്ചാണ് പറഞ്ഞെങ്കിലും അത് മഹാന്മാർക്ക് ബാധകല്ലേ? അല്ലെങ്കിൽ അല്ല എന്ന് പറ. അമ്പിയാക്കളുടെ മുഴുവത്താണ് ഔലിയാക്കളുടെ കറാമത്ത് എന്ന വിശ്വാസം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. മനസ്സിലായില്ലേ? അപ്പൊ അത് ഞാൻ ആ നേരത്തെ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞോളാം. ഏതായിരുന്നാലും ഇമാം റാസി റഹിമഹുല്ലാഹ് അൽ ഖൽഖു മിനല്ലാഹ്, ഖൽഖ് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞതോ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് ഈസാ നബിയിൽ നിന്ന ഖൽഖ്. അങ്ങനെ അല്ലെങ്കിൽ അത് നിങ്ങൾ ഇപ്പൊ സമ്മതിക്കണം. മുഖാമുഖം സംവാദം നടക്കുമ്പോൾ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരികയാണ്. റാസി പറഞ്ഞതല്ല മുസ്ലിയാരോട് പറഞ്ഞത് എന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. തദ്ബീറുൽ ആലം പറഞ്ഞത് ഇബ്നു തൈമിയാണ്. നുണ പറയുന്നതിന് അതിര് വേണം മുസ്ലിയാരെ. ഇബ്നു തൈമിയാണ് ഈ ഇസ്തിഗാസ വാദിയായിട്ട് നിങ്ങൾ ഇസ്തിഗാസ എതിർത്ത് ഒന്നാമത്തെ ആളായിട്ട് അവതരിപ്പിക്കുന്നത്. ആ ഇബ്നു തൈമിയ പറഞ്ഞത്ര തദ്ബീറുൽ ആലം അള്ളാഹുവിന്റെ തദ്ബീർ എല്ലാം കൂടി സൃഷ്ടികൾക്കുണ്ട് എന്ന് പറയുന്നതിനൊരു നാണം വേണ്ട മുസ്ലിയാരെ. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ അത് മലക്കുകളെ കുറിച്ച്, മലക്കുകൾക്കുള്ള തദ്ബീർ, അത് മലക്കുകളുടെ വൃത്തത്തിലുള്ള തദ്ബീറാണ്. പ്രപഞ്ചൊട്ടാകെ നിയന്ത്രിക്കാൻ മലക്കുകളെ ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു പല നിയന്ത്രണങ്ങളും പലരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് അള്ളാഹുവിന്റെ നിയന്ത്രണമല്ല. ഓരോ സൃഷ്ടിയെ ശ്രദ്ധിച്ചപ്പോഴും അവർ ചില കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നത് ആ സൃഷ്ടിയുടെ തബിയത്തിലുള്ളതാണ്. മനുഷ്യർക്ക് ചില കാര്യങ്ങൾ നിയന്ത്രിക്കണ്ടേ? ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടില്ലേ? അപ്പൊ കുടുംബത്തിന്റെ തദ്ബീർ രക്ഷിതാക്കൾ കയ്യിലുണ്ടാവും. അതാണ് നമ്മുടെ തർക്കത്തിലുള്ള തദ്ബീർ? ഒരിക്കലുമല്ല. തർക്കത്തിലുള്ള വിഷയത്തിലേക്ക് വാ മുസ്ലിയാരെ. തർക്കത്തിലുള്ള തദ്ബീറുൽ ആലം അത് സൃഷ്ടികൾക്കുണ്ട് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ നിങ്ങളെ ഉസ്താദാണെന്ന് ഞങ്ങൾ പറയും. ഒരു മടിയും ആ കാര്യത്തില്ല. പക്ഷെ ഇബ്നു തൈമിയയുടെ പേരിൽ നിങ്ങൾ പക്ഷ പറഞ്ഞു. ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്ന നിങ്ങൾക്ക് ഇബ്നു തൈമിയ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ മൂപ്പര് ഇസ്തസ്കയിൽ കുടുങ്ങി. അത് സഹിഹാണെന്ന് അത് തെളിയിക്ക്, എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ നേരത്തെ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ആരാണ് ഇസ്തസ്കയുടെ സനദ് ശരിയല്ല എന്ന് പറഞ്ഞത് മുസ്ലിയാരെ ചോദ്യം. മനസ്സിലായില്ലേ? ഞാൻ കൃത്യമായിട്ട് ഇവിടെ ഇമാം ഖലീലിയെ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം വൽ ബാഖൂന അർസലൂഹു എന്ന് തന്നെ പറഞ്ഞു. അബൂ സാലിഹ് സമാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ റിപ്പോർട്ടിലേക്ക് എന്താണ് ഇൻതിതാൾ സംഭവിച്ചിട്ടുള്ളവർ മുർസലാണ് എന്ന് ഇർഷാദിൽ 1:316. മനസ്സിലായില്ലേ? ഈ ഹദീസിന്റെ പല വിഷയങ്ങളും ഇപ്പം മാലിക് ദാർ താബിയാണെന്ന് പറഞ്ഞ ആളാ ഇർഷാദിന്റെ കർത്താവ്. അതേ ഇമാം ഖലീൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അത് കൃത്യമായിട്ടും ഇതിൽ മുർസലായ റിപ്പോർട്ടാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ മറുപടി പറയണ്ടേ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ. ഇനി ഏതായിരുന്നാലും ശരി, അത് ഞാനിവിടെ ബോധ്യപ്പെടുത്തി. പിന്നെ ഇതിന്റെ മത്തിനോ സനദോ സഹീഹ അല്ലെന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരുത്തനൊരു കള്ളക്കഥ കൊണ്ടുവന്നിട്ട് ഇത് സഹീഹ അല്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? സഹീഹ ആണെന്നല്ലേ മുസ്ലിയാരെ തെളിയിക്കേണ്ടത് അല്ലെ? സഹീഹ അല്ല എന്ന് പറഞ്ഞവരെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് സഹീഹാണ്, ഇതിലുള്ള പരമ്പരയിൽ എല്ലാവരും കറയറ്റവരാണ്, ഇതിന്റെ മത്തിനുള്ളതൊക്കെ പ്രമാണങ്ങളോട് യോജിച്ച വിഷയം തന്നെയാണ് എന്നല്ലേ നിങ്ങൾ സ്ഥാപിക്കേണ്ടത്. അതൊക്കെ സാധിച്ചോ? ഇല്ല. ഇനിയിപ്പോ ഒരു അറാബി വന്ന് ഒരു ഖബറിന്റെ അരികിൽ വന്ന് കെട്ടിമറിഞ്ഞ് വീണാലും അതെങ്ങനെ ഇസ്ലാമിൽ പ്രമാണമാകുമെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ മറുപടി പറയണ്ടേ? അത് മറുപടി പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? അപ്പൊ പറയല്ല, അത് ബിലാൽ ബിൻ ഹാരിസ് അൽ മുസനി അത് സ്വഹാബിയാണ് എന്ന് മുസ്ലിയാർ പറഞ്ഞു. മനസ്സിലായില്ലേ? സ്വഹാബിയാണ് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? കൊണ്ടുപോവാ. അത് സ്വഹാബിയാണ് എന്നതിന്റെ തെളിവ് നിങ്ങൾ കൊണ്ടുപോവാ. കിതാബിൽ ഉദ്ധരിച്ചു തന്നെ തെളിവാകലെപ്പോഴാണ് അത് നിങ്ങൾ ഇവിടുന്ന്. അത് ഏത് അടിസ്ഥാനം? ഒരു കിതാബിൽ ഒരു വിഷയം വന്നാൽ അത് തെളിവ് എന്ന് പറയാം എന്നത് ഏത് അസ്ലിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മുസ്ലിയാർ പറ, ഞാൻ കേൾക്കട്ടെ. ഏതാണെന്ന് നിങ്ങൾ പറ. ഒരു കിതാബിൽ വന്നുകൊണ്ട് അത് പ്രമാണമാവും? ഇല്ല. കിതാബിൽ പ്രാമാണികമായിട്ട് അവതരിപ്പിക്കണം, അപ്പോഴേ അത് പ്രമാണമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? സൈഫ് ബിൻ ഉമറിന്റെ അയോഗ്യതകളൊക്കെ ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ കഥയിൽ വന്ന ആള് സ്വഹാബിയാണ് എന്ന് പറഞ്ഞവൻ അത് സൈഫാണ്. ആ സൈഫിനെ കുറിച്ച് അയാൾ ഒരു ചുക്കനും കൊള്ളുകയില്ല. ഒരു നയാ പൈസയുടെ യോഗ്യതയില്ലാത്തവനും സന്തക്കത്ത് ആരോപിക്കപ്പെട്ടവനുമാണ്. ചുരുക്കി പറഞ്ഞ ഹദീസ് നിവേദനത്തിൽ അയാൾ ഒരു ചുക്കുമല്ല, ഒരു ചുണ്ണാമ്പുമല്ല. ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാണ്. സൈഫ് ബിൻ ഉമറിനെ സംബന്ധിച്ച് അയാൾ അതീവ ദുർബലനാണ്, ദഈഫാണ്, ഹദീസ് നിവേദനത്തിന് കൊള്ളാത്തവനാണ്. മുഹദ്ദിസുകൾക്കാക്കാൻ തർക്കമില്ല മുസ്ലിയാരെ. ഇമാം ദഹബി ഒരു പൈസ ഓനേക്കാളും നല്ലതാണെന്നാ. മനസ്സിലായില്ലേ? ഹദീസ് നിവേദനത്തിന് കൊള്ളാത്ത വാഖിദിയെ പോലെയാണ് അയാളെ ഇമാം ദഹബി ഉദ്ധരിച്ചിരിക്കുന്നത്. മജ്ഹൂലുകളിൽ നിന്നാണ് ഇയാൾ നിവേദനം ചെയ്യാറുള്ളത് എന്ന് ഇമാം ദഹബി വ്യക്തമാക്കിയിട്ടുണ്ട്. അബൂദാവൂദ് പറഞ്ഞത് ഇയാൾ യാതൊന്നുമല്ല എന്ന് പറഞ്ഞു, ഒരു ചുക്കുമല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ അബൂദാവൂദ് പിന്നെ ഈ സൈഫ് ഇബ്നു ഉമറിനെ കുറിച്ച് ലൈസ ബിശൈഇൻ, അബൂ ഹാത്തിം പറഞ്ഞ മത്രൂക്ക്, വലിച്ചെറിയപ്പെടേണ്ടവൻ മനസ്സിലായിരുന്നു. ഇബ്നു ഹിബ്ബാൻ പറഞ്ഞത് ഉത്തുഹിമ ബിസ്സന്ദഖ, അയാൾ സന്ദഖത്ത് ആരോപിക്കപ്പെട്ടിട്ടുണ്ട്, മതനിഷേധം ആരോപിക്കപ്പെട്ട വ്യക്തിയാണ്. മാത്രമല്ല യറവിൽ മൗദൂആത്ത് അൽ അസ്ബാർ, സബത്തുകളുടെ പേരിൽ കള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കള്ളനാണ് എന്ന് കൂടി അദ്ദേഹത്തെ കുറിച്ച് ഇബ്നു ഹിബ്ബാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു കാന യദഉൽ ഹദീസ, അദ്ദേഹം ഹദീസ് പിന്നെ കെട്ടിയുണ്ടാക്കുന്ന ആളാണ്. ഇബ്നു അദി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഹദീസുകൾ പൊതുവായിട്ട് മുൻകറത്താണ്, അത് നമുക്ക് എടുക്കാൻ പറ്റാത്തതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യഹ്യ പറഞ്ഞുള്ള ഐഫ് അല്ലെ. മഖഹൂൽ ബൈറൂത്തി പറഞ്ഞ വകാന സൈഫുൻ യദഉൽ ഹദീസ, ഹദീസ് കള്ളമായി കെട്ടിയുണ്ടാക്കുന്നവനാണ്. വഖദ് ഉത്തുഹിമ ബിസ്സനാദിഖ, അദ്ദേഹം പിന്നെ മതനിഷേധികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് ആരോപണമുണ്ട് എന്ന്. ഈ ജാതി ആൾക്കാരല്ലാതെ, ഒരു പൈസക്ക് കൊള്ളാത്തവരല്ലാതെ ഇസ്ലാമിന്റെ വിഷയത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇനിയിപ്പോ അതിലെന്താ ഉള്ളത്? നമ്മളിവിടെ തർക്കി മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് തേടാൻ പറ്റുമോ ഇല്ലേ എന്ന് തെളിയിക്കുന്ന നേരത്ത് ഈ ജാതി സഭ ആദ്യം നിങ്ങൾ അതിന് തെളിവ് കൊടുക്കുക. ഇത് തന്നെ ഏറിപ്പോയാൽ എന്താ ഉള്ളത്? മുഹമ്മദ് നബിയെ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടി റബ്ബിനോട് പറയണേ. ഞാൻ എന്റെ ചോദ്യം എന്താ, മുഹമ്മദ് നബിയെ മഴ തരണേ, മുഅ്ജിസത്തിന്റെ കഴിവ് കൊണ്ട് മഴ പെയ്യിക്കാൻ മുഹമ്മദ് നബിക്ക് കഴിയുമോ ഇല്ലയോ? ഇല്ല നിങ്ങൾ പറ. അപ്പൊ ഇസ്തസ്കയുടെ യഥാർത്ഥ അർത്ഥം എന്താണ് ഞാൻ പറയും. അതിലെന്തുകൊണ്ട് ശിർക്കില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആദ്യം നിങ്ങൾ പറ, മുഹമ്മദ് നബിയെ മഴ തരണേ എന്ന് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല എന്നുണ്ടോ? എന്തേ നിങ്ങൾക്ക് അതിന് തെളിവില്ലാത്തത്? അത് നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഇസ്തസ്കി എന്ന പുൽക്കൊടിയെ കുറിച്ചുള്ള എല്ലാ ന്യായീകരണങ്ങളും യാതൊരു തലയും വാലുമില്ലാത്തതാണ് എന്ന് മാത്രമാണ് ഞാനിപ്പോ പറയുന്നത്. നുണ ആവർത്തിച്ച് പറയാം. എന്റെ പേരിൽ മുസ്ലിയാർ പറയാണ്, ഖബറിന് അരികിൽ വിളിച്ചാൽ വിധങ്ങൾ കേൾക്കുന്നു, ഞാൻ അംഗീകരിച്ചല്ലോ. പാച്ച നുണ. ഇതുപോലൊരു കെസാബുണ്ടോ? നിങ്ങൾ എന്റെ പേരിൽ അങ്ങനെ നുണ പറയാൻ പാടുണ്ടോ? ഞാനിതാ എന്തുകൊണ്ട് മരണപ്പെട്ടവർ കേൾക്കില്ല എന്നുള്ളത് അക്കമിട്ട് സ്ഥാപിച്ചു കഴിഞ്ഞു. പറ്റുമെങ്കിൽ അതിനെ കണ്ണി നബി ഖബറിന്റെ അരികിൽ ചെന്ന് വിളിച്ചാലും കേൾക്കൂല, അകലെന്ന് വിളിച്ചാലും കേൾക്കൂല. മനസ്സിലായില്ലേ? ഒരാൾ നിസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയെ അങ്ങേക്ക് സലാം ഉണ്ടാകട്ടെ എന്ന് നബി കേൾക്കാനെന്നല്ല മനസ്സിലായത്, ഭാഷയിലെ ഒരു പ്രയോഗം. അതുപോലുള്ള പ്രയോഗം നബിയുടെ ഖബറിന്റെ അരികിൽ വരുമ്പോൾ ആരെങ്കിലും നടത്തിയാൽ, ഓ നബി അങ്ങയുടെ ശഫാഅത്ത് എനിക്ക് കിട്ടണേ എന്നൊരാൾ പറഞ്ഞാൽ അത് അള്ളാഹുവിനോടാണ് ചോദ്യം. മുസ്തഷ്ഫിയം ബിക ഇലാ റബ്ബി എന്നൊക്കെ ഒത്തുബി കഥയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവിടെയൊക്കെയുള്ള വിഷയം എന്താണ്? റബ്ബിനോട് തൊടുന്നു. അതുപോലത്തെ ഒരു ആശയം മാത്രം. ഇസ്ത എന്ന് പറയുമ്പോഴേക്ക് എന്താവൂല? ഇസ്ത എന്ന് പറയുമ്പോഴേക്ക് മുസ്കലും എന്ത് വരൂല? തേടി എന്നുള്ള അർത്ഥം എല്ലായിടത്തും പറയാൻ പറ്റില്ല. കാരണം മുത്തവസ്സൽ എന്ന അർത്ഥമുണ്ട്, തവസ്സുലാക്കുക. അപ്പൊ അങ്ങനെ നബിയുടെ ഖബറിന്റെ അരികിൽ വെച്ച് ഞാൻ റബ്ബിനോട് ദുആ ചെയ്താൽ ആ ഖബറിന്റെ അരികിൽ വെച്ച് തേടി എന്ന ബറക്കത്ത് കൊണ്ട് പിന്നെ ഒരു പക്ഷേ അള്ളാഹു മഴ തന്നേക്കും ഒരാൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. അത് വിദഗ്ധായ ഒരു പ്രവർത്തനമാണ്. നമുക്കിത് കഴിഞ്ഞ ചർച്ച ചെയ്യാം. അതിലപ്പുറത്ത് നേരിട്ട് കേൾക്കും, ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തിലാണ് തേടിയത് എന്ന് നിങ്ങൾ കൊണ്ടുവന്ന കഥയിൽ പോലും നിങ്ങൾ തെളിയിച്ചിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ എന്റെ പേരിൽ മുസ്ലിയാർ നുണ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എവിടെയാണ് എന്ന് മുസ്ലിയാർ തെളിയിക്കണം. ഞാനത് അംഗീകരിച്ചു എന്നുള്ളത് മുസ്ലിയാർ ഇവിടെ ഹാജരാക്കണം. പച്ചക്കള്ളം പറഞ്ഞിട്ടല്ല ഒരു സംവാദത്തിൽ മുന്നോട്ട് പോകേണ്ടത്. ഇങ്ങനെ കുറെ അടിസ്ഥാനമില്ലാത്ത പിന്നെ കച്ചിത്തുരുമ്പുകൾ, ചപ്പ് ചവറുകൾ, ഇതും കൊണ്ടാണ് ഇത് ദീനാന്നും പറഞ്ഞെടുക്കുന്നത്. എന്തേ മുസ്ലിയാർ ഒരു ഖുർആനായിട്ട് ഭംഗി ഞങ്ങളുണ്ടല്ലേ, പിന്നെ ഖുൽ ഇന്നമാ അദൂ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. എത്ര ക്ലിയർ ആണ്! റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. വല ഉശ്രികു ബിഹി അഹദ, ഞങ്ങൾ അവരിൽ ഒരാളെയും പങ്കുചേർക്കില്ല. കൃത്യമായ തെളിവായത്തോടെയാണ് പറഞ്ഞുതരാം. ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും വലൗ സമീഉ മസ്തജാബു ലക്കും, ദുആ കേൾക്കൂല, കേട്ടാലും ഉത്തരം ചെയ്യില്ല. നിങ്ങൾ വരെ കേൾക്കുന്നു. അവിടെ ദുആ എന്ന് എന്താ? ഇൻ തദൂഹും ഇൻ തസ്തഗീസു ബിഹിം, അവരോട് ഇസ്തിഗാസ ചെയ്താൽ, അത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് മാത്രമല്ല, മലക്കുകളെ ആണെങ്കിലും അമ്പിയാക്കളെ ആണെങ്കിലും അവരോട് തേടുന്നതൊക്കെ അതിൽ ഉൾപ്പെടും എന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കിയിട്ടുള്ളതും ആണ്. ഇങ്ങനെ ഒരു ആയത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിൽ കഴിയോ? ഇല്ല. അപ്പൊ ഖുർആനിനെതിരാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ വാദം ഷിയകളുടെ വാദമാണ്. എന്തിനാണ് മുസ്ലിയാരെ നിങ്ങൾ ഈ ഷിയാക്കൾ സലഫികളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇതേപോലത്തെ ചില ദുർബലമായ കഥകളൊക്കെ സന്ദർഭവശാൽ ഉദ്ധരിക്കപ്പെട്ടത് എടുത്തിട്ട് പിന്നെ അവരെ വക പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് അവരുടേതായ ആശയമാക്കി അതിനെ അവതരിപ്പിച്ച് സലഫികൾക്ക് മറുപടി പറഞ്ഞ് ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ അവർക്ക് ഒരുപാട് സൈറ്റുകളുണ്ട്. അതിന്റെ അകത്ത് ഈ ഷിയാക്കളുടെ സൈറ്റിൽ കയറിപ്പോയിട്ട് സലഫികളെ ഖണ്ഡിക്കേണ്ട ദുർഗതിയാണല്ലോ മുസ്ലിയാക്കന്മാരെ. നിങ്ങൾക്ക് ഷിയാക്കളുടെ സൈറ്റിൽ ഓരോന്ന് ഞാൻ കാണിച്ചാൽ അതിൽപ്പെട്ടാണ് അദ്ഖലുൽ ഹബീബ ഇലൽ ഹബീബി. ഇബ്നു അസാക്കിർ ഉദ്ധരിച്ചു. ഇബ്നു അസാക്കിറിന്റെ താഴെ അത് മുൻകറാണെന്ന് പറയാം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ കൃത്യമായി പിന്നെ ഓരോ വിഷയങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു അസാക്കിർ അത് മുൻകറാണെന്ന് പറയാനുള്ള കാരണവും പറഞ്ഞു. എന്താ അതിൽ? അബൂ താഹിർ മൂസ ഇബിൻ അത്താഉൽ മഖ്ദിസി എന്നൊരു നുണയനുണ്ട്, അബ്ദുൽ ജലീൽ എന്ന് പറഞ്ഞൊരു മജ്ഹൂലുണ്ട്. അതുകൊണ്ടാണ് എടുക്കാൻ പറ്റുന്നത്. ഇബ്നു അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്, ഇമാം സുയൂത്തി ഇത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ മൂപ്പര കഥ ഇബ്നുൽ മുൻകദിറിന്റെ കഥയാണ്. നാണമില്ലല്ലോ ഈ ജാതി ഓരോന്ന് കൊണ്ടുവരാൻ. അതീവ ദുർബലമായ റിപ്പോർട്ടുകൾ അല്ലെ. അതിന്റെ പരമ്പരയിലുള്ള വ്യക്തി ദുർബലനാണ് എന്ന് ഇസ്മായിൽ ബിൻ യാഖൂബിനെ സംബന്ധിച്ച് ഇമാം ദഹബി മീസാൻ എഴുത്തുകാരിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വഹീഹായ റിപ്പോർട്ട് കൊണ്ടുവരും മുസ്ലിയാരെ, ഒരു സ്വഹീഹായ റിപ്പോർട്ട് കൊണ്ടുവരും. നിങ്ങൾ 1000 ദഈഫ് കൊണ്ടുവന്നാൽ അതിപ്പോ ഒരു സ്വഹീഹിന് പകരം നിൽക്കും എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ ആ പൂതി അവിടെ വെച്ചാൽ മതി. ഇനി മുസ്ലിയാർക്ക് പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം, ഇങ്ങനെ അള്ളാഹു അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മുഅ്ജിസത്തും കറാമത്തും അതിന് യാതൊരു പരിധിയില്ല. പരിധിയില്ല പറഞ്ഞാൽ അള്ളാഹ് ചെയ്യുന്നതൊക്കെ ചെയ്യും. അതല്ലേ നിങ്ങൾ അള്ളാഹ് ചെയ്യുന്നതൊക്കെ ഇവർ ചെയ്യുന്ന ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും പറയാം. എന്നാൽ അള്ളാഹു ചെയ്യുന്ന എല്ലാം ചെയ്യാൻ പറ്റും, കാരണം പരിധിയില്ലാതെ ചെയ്യാൻ പറ്റും എന്നും പറയാം. അത് വൈരുദ്ധ്യല്ലേ മുസ്ലിയാരെ? നോക്കൂ, മുസ്ലിയാർ പറഞ്ഞ വാചകം നിങ്ങളൊന്ന് കേൾക്ക്. ഇനി ചില ആളുകൾക്കുള്ള സംശയം അതിന് പരിധിയുണ്ടോ എന്നുള്ളതാണ്. ചില ആളുകൾ പറയുന്നു അതിന് പരിധിയുണ്ട്,
പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ കഴിവുകൾ പിന്നെ അത് മനുഷ്യന്മാർക്ക് ചാർത്തി കൊടുക്കാൻ പാടില്ല. സഹായം ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ കഴിവിനെ ബാക്കിയുള്ള മനുഷ്യന്മാരോട് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹുവിന്റെ ആ കഴിവ്, അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ചില കഴിവുകൾ അടക്കം മഹത്തുക്കളായ അമ്പിയാക്കളിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്? അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട കഴിവുകൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാ പറയുന്നത്. ഒരിക്കലും അള്ളാഹുവിന്റെ കഴിവിനോട് സൃഷ്ടികളുടെ കഴിവിനെ യോജിപ്പിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. ഇത് ഞങ്ങൾ പറഞ്ഞതാ. അഖീദയുടെ കിതാബുകൾ മുഴുവൻ എടുത്തു നോക്ക്, മനസ്സിലായില്ലേ? പൂർവ്വകാലം മുതൽ ആദ്യമകാലം മുതൽ എഴുതിയ അഖീദയുടെ അഹ്ലുസുന്നയുടെ കിതാബ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സൃഷ്ടികളുടെ കഴിവ് ഒരിക്കലും റബ്ബിന്റെ കഴിവുമായിട്ട് യോജിപ്പിക്കാൻ പാടില്ല. മുപ്പര് പറയാ റബ്ബ് കൊടുത്ത കഴിവുകൊണ്ട് റബ്ബിന്റെ കഴിവിനെ അവർക്ക് കിട്ടും. അതിന് ഞാൻ കൃത്യമായിട്ട് ഇവിടെ പലരെയും ഉദ്ധരിച്ചു. ഷിഫാഉ സഖാമ് പറയാം, സുബുക്കിയെ വരെ ഉദ്ധരിച്ചു. അപ്പൊ പറയാ സുബുക്കി സൃഷ്ടികളോട് തേടാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇസ്തിഗാസവാദികളെ തന്നെ ആ വിഷയത്തിൽ കൊണ്ടുവന്നു. ഇമാം തൂഫി കടുത്ത തവസ്സുലിൽ പിഴച്ച വിശ്വാസങ്ങളുള്ള സലഫികൾക്ക് ഘടകവിരുദ്ധമായ ആശയങ്ങൾ വെച്ചു പുറത്തുന്ന ആളാണ് ഇമാം തൂഫി. പക്ഷേ അയാൾ പോലും എന്താണ് അൽ ഖുദ്റത്തുൽ ഇലാഹിയത്തിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് മാത്രമേ ചോദിക്കാവെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സലഫികൾ പറഞ്ഞ ഇർഹംനി, അല്ലാഹുവേ എനിക്ക് പിന്നെ എന്താണ് കാരുണ്യം ചൊരിയണേ, അജിബിനി എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ, അഴുത്തിനി മാലൻ എനിക്ക് ധനം നൽകണേ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള നേരിട്ടുള്ള തേട്ടങ്ങൾ അത് സൃഷ്ടികളോടാണെങ്കിൽ അത് ശിർക്കാകുമെന്ന കാര്യം ഇജ്മാ ഉള്ളതാണ് എന്ന സലഫികളുടെ വാദം യാതൊരു സംശയവുമില്ല. അത് ഇജ്മാ ഉള്ളതാണ്. മുസ്ലിങ്ങളുടെ ചെറിയവർക്ക് പോലും, കിബാറൊന്നും വേണ്ട, സഗീറുകൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് എന്ന് ഇമാം തൂഫി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുസ്ലിയാർ ചോദിക്കാം, അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ സൃഷ്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ വ്യത്യാസം തോന്നും. നഊദുബില്ലാഹ്, എന്ത് ചോദ്യം മുസ്ലിയാരെ? സൃഷ്ടികൾ ചെയ്യുന്ന പിന്നെ കാര്യങ്ങൾ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ് എന്നത് ശരി തന്നെ. പക്ഷെ സൃഷ്ടികൾ ചെയ്യുന്ന കാര്യം അള്ളാഹു ചെയ്യുന്നുണ്ടോ? നിങ്ങളിപ്പോ എന്താണ് ഒരു അടിയന്തര അവസ്ഥയിൽ കൂടി നിങ്ങളെ കുട്ടികളെ ഒരു ചന്തിയേക്ക് നിങ്ങൾ അള്ളാനെ വിളിക്കല് ആണോ? അള്ളാഹുവിന്റെ തൗഫീഖ് അതിന് വേണമെന്ന കാര്യം തർക്കമില്ല. സൃഷ്ടികളോട് നിങ്ങൾ തൗഫീഖാണോ ചോദിക്കുന്നത്? അല്ലല്ലോ. നിങ്ങൾ എന്റെ കുട്ടിന്റെ ചന്തി ഒന്ന് കൈ തരുമോ എന്ന് നിങ്ങൾ അവിടെ അടുത്തിരിക്കുന്ന ആരോടെങ്കിലും ഒന്ന് പറയാം, നിങ്ങൾ എന്തെങ്കിലും തിരക്കലാണെങ്കിൽ പറഞ്ഞൂടെ? അത് നിങ്ങൾ അള്ളാനെ വിളിക്കുക. അപ്പൊ സൃഷ്ടി ചെയ്യുന്നു അള്ളാഹ് ചെയ്യുന്ന ഒന്നാ? സൃഷ്ടികൾ ചെയ്യുന്നത് അള്ളാഹു ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് കഴിവില്ലാത്തത് കൊണ്ടാണ് എന്നത് മുസ്ലിയാരെ നിങ്ങളുടെ പച്ച വിവരക്കേടല്ലേ? അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഒരു മഹത്വമുണ്ട്, അവൻ പരമപരിശുദ്ധനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവെ കുറിച്ച് ഈ ജാതി അർത്ഥശൂന്യമായ ആശയങ്ങൾ അവതരിപ്പിക്കല്ലേ എന്നാണ് മുസ്ലിയാരോട് നമുക്ക് പറയാനുള്ളത്. നോക്കൂ നിങ്ങൾ അദ്ദേഹം പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ പ്രധാന കഴിവുകളിൽ ഒന്നാണല്ലോ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത്. മഹാനായ ഈസ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്, വഹീൽ മൗത്ത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുന്നു. അപ്പോ ഈസ നബി അലൈഹി സ്വലാമിലൂടെ അള്ളാഹു പ്രകടമാക്കിയിട്ടുണ്ട്, അതായത് ഈസ നബി അലൈഹി സ്വലാമിന് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് നൽകിയിട്ടുണ്ട്. കണ്ടോ, ഈസാ നബിക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവ് നൽകി നോണല്ലേ മുസ്ലിയാർ പറയുന്നത്? അവിടെ മരിച്ചവരെ ജീവിപ്പിച്ചത് ഈസാ നബി അല്ല, അൽ ഖൽഖു മിനല്ലാഹ്. നിങ്ങൾ പറയാ റാസി പറഞ്ഞതന്നെ ഞങ്ങൾ പറഞ്ഞു, അതല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. റാസി അങ്ങനെയല്ലല്ലോ. ഈസാ നബിക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുണ്ടെന്ന് റാസി പറഞ്ഞിട്ടില്ല. റാസിയുടെ പേര് നിങ്ങൾ നോണ പറഞ്ഞാണ്, മനസ്സിലായില്ല? അഹ്ലുസുന്നയിൽ അങ്ങനെ ഒരു വിശ്വാസവുമില്ല. ഇനി ഏതായിരുന്നാലും ശരി, പിന്നെ സൃഷ്ടികൾക്ക് വേറെ മറ്റു കഴിവുണ്ട്, അത് സൃഷ്ടി അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ലാത്തതുണ്ട്, ചോദിക്കാൻ പാടുള്ളതുണ്ട് എന്നൊക്കെ ആരാ പറഞ്ഞത്? അതിനാണ് മുസ്ലിയാർ ഞാൻ സുബുക്കിയെ ഉദ്ധരിച്ചിരുന്നത്. എന്നിട്ട് നിങ്ങൾ അതിനെ ന്യായീകരിക്കല്ലേ ചെയ്തത്? അദ്ദേഹത്തിന് ഇസ്തിഹാസവാദം വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം ഇല്ലാതാവോ? നേരിട്ടുള്ള തേട്ടങ്ങളെ നിങ്ങൾ കൊണ്ടു കിടക്കുന്ന ഉസ്താദ്മാരായ ഐത്തമയാണെങ്കിലും സുബുക്കിയാണെങ്കിലും തൂഫിയാണെങ്കിലും അവരൊന്നും അംഗീകരിച്ചിട്ടില്ല. ഇമാം നവവി റഹ്മഹുല്ലാ ഇദാ സഅൽത ഫസ്അലില്ലാ എന്ന ഹദീസ് വിശദീകരിക്കുന്നിടത്ത് ചോദിച്ചാൽ റബ്ബിനോട് ചോദിക്കണം, വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന ഹദീസ് വിശദീകരിക്കുന്നതോട് കൃത്യമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. സൃഷ്ടികളുടെ കരങ്ങളിലൂടെ നടക്കുക പതിവുള്ളത്, സൃഷ്ടികളുടെ കരങ്ങളിലൂടെ നടക്കുക പതിവില്ലാത്തത്. ഹിദായത്തിനെ ചോദിക്കുന്നത്, ദുനിയാവിലും ആഖിറത്തിലുമുള്ള ആഫിയത്തിനെ ചോദിക്കുന്നത്, ഫഹ്മുൽ ഖുർആനി വസുന്ന ചോദിക്കുന്നത്, ഇതൊക്കെ സൃഷ്ടികരങ്ങളിലൂടെ നടക്കുക പതിവില്ലാത്ത കാര്യങ്ങളാണ്. ഈ ഉദാഹരണങ്ങളൊക്കെ എണ്ണി പറഞ്ഞത് സഅല റബ്ബഹു ദാലിക, അത് തന്റെ റബ്ബിനോടാണ് ചോദിക്കേണ്ടത് എന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് ചോദിച്ചില്ല നിങ്ങൾ? ആ ലിസ്റ്റ് ഇമാം നവവി തന്നിട്ടുണ്ട്, ഇമാം തൂഫി തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിന്റെ കോപ്പി ആവശ്യപ്പെടുമ്പോൾ ഞാൻ ഇവിടെ ഒറിജിനൽ കിതാബിൽ നിന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅ വ അരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ വസല്ലല്ലാഹു അലാ നബിയ്യ ബഅദ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.